നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളായി നടക്കും. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് ഡിസംബർ 9-ന് വോട്ടെടുപ്പ് നടക്കുക. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഡിസംബർ 11-ന് പോളിംഗ് ബൂത്തിലെത്തും. ഡിസംബർ 18-ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ ഡിസംബർ 20-ന് നിലവിൽ വരും. നവംബർ 21-നാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. മട്ടന്നൂർ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ്. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 86 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ എന്നിവയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ആകെ 23,576 വാർഡുകളും 33,746 പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉണ്ടാകുക. വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നും കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആകെ 23,576 വാർഡുകൾ, 33,746 പോളിംഗ് സ്റ്റേഷനുകൾ. കാലാവസ്ഥാ ഉച്ചകോടി ഇന്നു മുതൽ 21 വരെ ബ്രസീലിലെ ബേലേമിൽ ചേരുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിലുള്ള CPO30 ഉച്ചകോടി ലോകമെങ്ങും കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. എന്നാൽ ഉച്ചകോടി എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. മുൻ ഉച്ചകോടികളുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ അമേരിക്കയടക്കം പല സമ്പന്ന രാജ്യങ്ങളും താൽപര്യം കാണിക്കുന്നില്ല. 10 വർഷം മുൻപ് നടന്ന പാരീസ് ഉച്ചകോടിയിൽ ആഗോളതാപനം 2.5 ഡിഗ്രിയിൽ കവിയരുതെന്നും 1.5 ഡിഗ്രിയിൽ പരിമിതപ്പെടുത്തണമെന്നും ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ഇതുവരെ അത് നടപ്പായിട്ടില്ല. പാരീസ് ഉടമ്പടിയിൽ നിന്ന് ട്രംപിന്റെ അമേരിക്ക പിൻവാങ്ങിയതും ഫോസിൽ ഇന്ധന കമ്പനികളുടെ സമ്മർദ്ദവുമാണ് കാരണം. ലോകമെമ്പാടും കാലാവസ്ഥാ ദുരന്തങ്ങൾ വർദ്ധിക്കുകയാണ്. അമേരിക്കൻ തീരത്തും ഏഷ്യയിലുമെല്ലാം കൊടുങ്കാറ്റുകൾ നാശം വിതയ്ക്കുന്നത് പതിവായി. അസർബൈജാനിലെ ബാക്കുവിൽ കഴിഞ്ഞ വർഷം നടന്ന ഉച്ചകോടിയിൽ ധനിക രാഷ്ട്രങ്ങളും വികസ്വര രാഷ്ട്രങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് മുന്നിട്ട് നിന്നത്. സാമ്പത്തിക ലാഭത്തിലുള്ള കണ്ണും വികസനത്തിലെ അസന്തുലിതാവസ്ഥയുമാണ് കാര്യങ്ങൾ വഷളാക്കുന്നത്. യുദ്ധങ്ങളും തീരുവ യുദ്ധവും അമേരിക്കയുടെ അവഗണനയുമെല്ലാം തീർക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ മൂലം ബ്രസീൽ ഉച്ചകോടിയുടെയും ഫലപ്രാപ്തി സംശയനിഴലിലാണ്. ഫൂങ് വോങ് എന്ന സൂപ്പർ കൊടുങ്കാറ്റ് ഒറ്റ രാത്രി കൊണ്ട് വടക്കൻ ഫിലിപ്പീൻസിനെ തകർത്തു. കുറഞ്ഞത് 2 പേരെങ്കിലും മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പട്ടണങ്ങൾ ഒറ്റപ്പെട്ടു. ഈ വർഷം ഫിലിപ്പീൻസ് നേരിടുന്ന ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായിരിക്കും ഇതെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ കിഴക്കൻ ഫിലിപ്പീൻസിൽ കൊടുങ്കാറ്റ് വീശി തുടങ്ങിയിരുന്നു. കാറ്റിനോടൊപ്പം കനത്ത മഴയുമുണ്ട്. ഒരാഴ്ച മുൻപ് വീശിയ കൽമയേഗി കൊടുങ്കാറ്റ് വിതച്ച നാശത്തിൽ നിന്ന് ഫിലിപ്പീൻസ് ഇനിയും മുക്തമായിട്ടില്ല. ഈ കാറ്റിൽ 224 പേർ മരിച്ചിരുന്നു. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗോള സന്ദർശനം ആരംഭിച്ചു. ഒരു ഇന്ത്യൻ പ്രസിഡന്റിന്റെ ആദ്യ അംഗോള സന്ദർശനമാണിത്. അംഗോളയുടെ 50ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. ഇന്ത്യയും ആ രാജ്യവും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തുടങ്ങിയിട്ട് 40 വർഷവും പൂർത്തിയായി. ഊർജം, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ബന്ധം വികസിപ്പിക്കുന്നതിന് ഇന്ത്യക്കും അംഗോളയ്ക്കും പരിധിയില്ലാത്ത സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. അതേസമയം നിർണായക ധാതു പരിവേക്ഷണം, വജ്ര സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ ഈ ബന്ധങ്ങൾ ശക്തമാക്കാൻ കഴിയുമെന്നും രാഷ്ട്രപതി ഇന്നലെ പറഞ്ഞു. എറണാകുളം തമ്മനത്ത് ജല അതോറിറ്റിയുടെ കൂറ്റൻ വാട്ടർ ടാങ്ക് തകർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. 8 വീടുകളുടെ ചുറ്റുമതിലിടിഞ്ഞു. വാഹനങ്ങളും റോഡുകളും വെള്ളത്തിലായിരുന്നു. ആർക്കും പരിക്കില്ലെന്നാണ് റിപ്പോർട്ട്. 50 വർഷത്തിലേറെ പഴക്കമുള്ള ടാങ്കാണ് തകർന്നത്. അപകടത്തെ തുടർന്ന് കൊച്ചി നഗരത്തിൽ ഇന്ന് 30% കുടിവെള്ള വിതരണം തടസ്സപ്പെടും. 24 മണിക്കൂറും പമ്പിംഗ് നടക്കുന്ന സ്റ്റേഷനാണിത്. നഗരത്തിലെ 80% പ്രദേശത്തേക്ക് ഈ ടാങ്കിൽ നിന്നാണ് കുടിവെള്ളം എത്തിക്കുന്നത്. അപകടം നടക്കുമ്പോൾ ടാങ്കിൽ 1.10 കോടി ലിറ്റർ വെള്ളമുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ 3:30-ക്കായിരുന്നു അപകടം. ED ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ലക്ഷങ്ങൾ കവർന്ന കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കൊല്ലം സ്വദേശിയായ രാജീവ് ഫെർണാണ്ടസ് ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു വാഹനമോഷണ കേസിൽ കൊല്ലത്ത് വെച്ചാണ് ഇയാൾ കഴിഞ്ഞ ദിവസം പിടിയിലായത്. ED ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ കർണാടക പോലീസ് ഇയാളെ അന്വേഷിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ ഭീകരരെ പരിശീലിപ്പിക്കാൻ പാകിസ്ഥാന്റെ രഹസ്യകേന്ദ്രം പ്രവർത്തിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ISI നിയന്ത്രണത്തിലുള്ള S1 കേന്ദ്രത്തിൽ പരിശീലനം നേടിയവരാണ് 1993-ലെ മുംബൈ സ്ഫോടനം മുതൽ കാശ്മീർ പഹൽഗാമിലെ ആക്രമണം വരെ നടത്തിയതെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പത്രങ്ങൾ പറയുന്നു. പാകിസ്ഥാൻ സൈന്യത്തിലെ കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് കേന്ദ്രത്തെ നയിക്കുന്നത്. ഇസ്ലാമാബാദാണ് ആസ്ഥാനം. മയക്കുമരുന്ന് ഇടപാടിൽ നിന്ന് ലഭിക്കുന്ന പണമാണ് ഇവരുടെ പ്രധാന വരുമാനമെന്ന് സൂചനകളുണ്ട്.
കഴിഞ്ഞ 25 വർഷമായി ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ അടുത്തിടെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത്. മ്യാൻമറിൽ നിന്നുള്ള കുടിയേറ്റക്കാർ സഞ്ചരിച്ച ബോട്ട് മലേഷ്യയ്ക്ക് സമീപം മുങ്ങി 7 പേർ മരിച്ചു. 13 പേർക്ക് പരിക്കേറ്റു. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. മ്യാൻമർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ രോഹിംഗ്യകൾ അടക്കമുള്ളവരാണ് ബോട്ടിലുണ്ടായിരുന്നത്. മ്യാൻമറിൽ നിന്ന് പുറപ്പെട്ട ബോട്ടിൽ 300 പേരുണ്ടായിരുന്നെന്ന് കരുതുന്നു. മലേഷ്യയിലെ ലാങ്വായ് ദ്വീപിന് സമീപം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയാണ് ബോട്ട് മുങ്ങിയത്. സംസ്ഥാനത്ത് കൃഷിയോഗ്യമായ തരിശുനിലങ്ങളിൽ കൃഷിയിറക്കാൻ കുടുംബശ്രീ ഒരുങ്ങുന്നു. കുടുംബശ്രീ മിഷന്റെ ഫാം ലൈവ്ലിഹുഡ് വിഭാഗവും ഭൂവിനിയോഗ വകുപ്പും ചേർന്നാണ് ഭൂസമൃദ്ധി എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നത്. ഉദ്ഘാടനം ഈ മാസം അവസാനം കാസർഗോഡ് നടക്കും. കൃഷിയോഗ്യമായ തരിശുനിലങ്ങൾ കണ്ടെത്തി ശാസ്ത്രീയമായി കൃഷി ആരംഭിക്കുകയാണ് ലക്ഷ്യം. ഭൂസമൃദ്ധി പദ്ധതി പ്രകാരം കണ്ടെത്തുന്ന തരിശുഭൂമിയിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൃഷി ചെയ്യാം. ആദ്യഘട്ടത്തിൽ വരുമാന വർധനയ്ക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും സഹായകമായ പ്രധാന വിളകളാണ് കൃഷി ചെയ്യുക. അടുത്ത ഘട്ടത്തിൽ ഇടവിളകളും ഉൾപ്പെടുത്തും. പദ്ധതിയിൽ 4 ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീ അംഗങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളാകുമെന്നാണ് പ്രതീക്ഷ. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. 600 പേർക്ക് യാത്ര ചെയ്യാം. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ വഴിയാണ് സർവീസ്. എറണാകുളത്തിനും ബംഗളൂരുവിനുമിടയിൽ കൃഷ്ണരാജപുരം, സേലം, ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, പാലക്കാട്, തൃശൂർ എന്നീ സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ട്രെയിനിലെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായും വിറ്റുതീർന്നതായി റെയിൽവേ അറിയിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂളിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തു. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ എർലിംഗ് ഹാലൻഡ്, നിക്കോ ഗോൺസാലസ്, ജെർമി ഡോക്കു എന്നിവരാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഗോൾ നേടിയത്. ഇതോടെ മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് നിലയിൽ 2ാം സ്ഥാനത്തെത്തി. അവർക്ക് 11 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റാണുള്ളത്. 26 പോയിന്റുള്ള ആഴ്സണലാണ് നിലവിൽ 1ാം സ്ഥാനത്ത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.